ഓക്കെ അല്ലേ? സൈക്കിള് വെച്ചിട്ടുള്ള നമ്മുടെ സംഭവം സക്സസ് ആട്ടാ ഈ ഒരു സെറ്റപ്പ് ചെയ്തത്. നമ്മുടെ സൈക്കിളിന്റെ ചങ്ങല അഴിഞ്ഞിട്ടാ, അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഫ്രിഡ്ജ് ബോക്സും അതുപോലെ തന്നെ സൈക്കിളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു തോണി ഉണ്ടാക്കാൻ പോകണം. സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകണം വെള്ളത്തിൽ കൂടി ഇട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ മീൻകുളത്തിലേക്ക് പോവാണ്. നമ്മൾ മീൻകുളത്തിൽ ആണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്ത് നോക്കണം കേട്ടോ, പുറത്തല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മീൻകുളത്തിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ പറമ്പിലൂടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. 3 ഫ്രിഡ്ജ് ബോക്സ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു തോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ കായലിൽ ഇറങ്ങിയിട്ട് കായലിൽ നമ്മൾ എന്തിട്ട് താറാവുകൾക്കും അതുപോലെ തന്നെ മീനുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ തീറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ തോണി തന്നെയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ മാറ്റിയിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈക്കിൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ തോണി ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊക്കെ മീൻ കുളത്തിലൊക്കെ ഉണ്ടെങ്കിൽ, മീൻ വളർത്തുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ കുളത്തിൻ്റെ അങ്ങോട്ട് പോകണമെന്നുള്ള ആ കരയൊക്കെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഇത് നല്ല ഉപയോഗപ്രദമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇനി സൈക്കിളും കൂടി വെച്ച് കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പ് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഫൈനലി അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്കിത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിൻ്റെ പണികളിൽ കാര്യങ്ങളായിരുന്നു. 2 സൈഡിൽ നമ്മൾ ബോക്സ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കമ്പുകൾക്കിടയിൽ കയറിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ബോക്സ് ഇങ്ങോട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇവിടെ അതുപോലെ തന്നെ കയറിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വലിയൊരു ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈക്കിൾ ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ നിർത്തലായിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെറ്റപ്പിൽ നിർത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് വീലിൻ്റെ അടിവശം നമ്മൾ എന്തുണ്ട്, ഇതിനോട് ഈ കമ്പിനോട് ചേർന്ന് വെച്ച് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് മറിഞ്ഞ് വീഴില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ പടലെങ്ങനെ തിരിയണമല്ല, നമ്മൾ ചവിട്ടുന്ന സമയത്ത് പടലെങ്ങനെ തിരിയണം. അപ്പോൾ തിരിയണ സമയത്ത് ബുദ്ധിമുട്ട് വരാതിരിക്കാനും വേണ്ടിയുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വെൽഡിങ് ചെയ്തിട്ട് ഫ്രെയിം വർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ബെൻഡാക്കിയിട്ടൊക്കെ ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് സക്സസ് ആക്കിയിട്ട് നിർത്താൻ പറ്റും. പക്ഷേ പെട്ടെന്നുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ലോ കോസ്റ്റിലും നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടിക്കയറും ഈ കവുങ്ങിൻ്റെ അലകും ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ കുളത്തിലേക്ക് ഇറക്കിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് റൺ നടത്തി നോക്കാം. അപ്പോൾ ഇതിൻ്റെ സക്സസ് ആയിട്ടുള്ള റണ്ണിങ് എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. നമ്മളിനി കുളത്തിലേക്ക് നമ്മുടെ ബോട്ട് ഇറക്കിയിട്ടുണ്ട്. ഫ്രണ്ട് പൊന്തുണ്ടാ നോക്കിട്ടാ, ഓക്കെ അല്ലേ? സൈക്കിള് വെച്ചിട്ടുള്ള നമ്മുടെ സംഭവം സക്സസ് ആട്ടാ ഈ ഒരു സെറ്റപ്പ് ചെയ്തത്. പക്ഷെ സൈക്കിളിന്റെ നമ്മുടെ സൈക്കിളിൻ്റെ ചങ്ങല അഴിഞ്ഞിട്ടാ, അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഇരിക്കുന്ന പൊസിഷൻ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുകയാണെന്നുണ്ട്, സൈക്കിൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെ പൊന്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പൊന്തുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അതിന് ഒന്നുകൊണ്ട് ഇടാൻ പറ്റുമോ ചങ്ങല? വെള്ളത്തിൻ്റെ നടുക്ക് വെച്ചിട്ടാട്ടോ നമ്മുടെ ബോട്ടിൻ്റെ ചങ്ങല അഴിഞ്ഞിരിക്കുന്നത്. റെഡിയാ? ആയി. സംഭവം സക്സസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാസ്റ്റ് അത്ര പോരട്ടെ, വിചാരിച്ച അത്ര ഫാസ്റ്റ് ഇല്ല. എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ കരയിൽ നിന്ന് ഇവിടെ നിന്നാണ് പോയത്, ഏകദേശം ആ എൻഡിലെത്തിയിട്ടുണ്ട്. അതിന് വേറൊരു ബുദ്ധിമുട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ഒടിക്കാൻ പറ്റൂല. കാരണം ആ ഹാൻഡിൽ നമ്മൾ ലോക്ക് ചെയ്തിരിക്കണം, അടിയിൽ ടയറിന് ഇതുമായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒടിക്കാൻ പറ്റും തോന്നുന്നില്ല. എങ്ങനെ അത് തിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ബോട്ട് തിരിക്കാനും വേണ്ടിയിട്ട് ഒരാൾ പുറത്തു കൂടെ പോയിക്കണ്. അതുപോലെ തന്നെ ഈ ഒരു വടി നമ്മൾ നേരത്തെ കയ്യിൽ കരുതുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് തിരിക്കായിരുന്നു.
പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ബോട്ടിൻ്റെ ആ ഒരു ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഏരിയ കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, ഫ്രണ്ട് ഭാഗം കറക്റ്റ് അല്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഫ്രണ്ട് വീല് പൊന്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് കൂടുതൽ ബാക്ക് ഭാഗത്ത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറിയിട്ട് ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കൊള്ളി നമ്മൾ ഇതിൽ വെച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊള്ളി ഉപയോഗിച്ചിട്ട് തന്നെ തുഴഞ്ഞു പോകാൻ പറ്റും. നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് പൊന്തിക്കൊണ്ടിരിക്കട്ടെ. വെയിറ്റ് കൂടുതൽ ബാക്കിൽ വന്നുകൊണ്ടാണ് തോന്നുന്നുണ്ട്. രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പരിപാടി തന്നെ കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ സൈക്കിൾ ഓട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ. ആ കൊള്ളി പിടിച്ചോ കരയ്ക്ക് കയറാൻ. എക്സസൈസ് എങ്ങനെ ഇറങ്ങും? എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇത് ചീറ്റിപ്പോയിട്ടാ. അടിക്ക് നമ്മൾ ആ സൈക്കിൾ വെച്ചത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വെക്കണമായിരുന്നു. ഇപ്പൊ ബാക്കിലേക്ക് വെച്ചുകൊണ്ടാണ്, ബാക്കിലല്ല ഇരിക്കുന്ന പൊസിഷൻ കുറച്ച് ബാക്കിലായതുകൊണ്ടാണ് നമ്മളെ വെയിറ്റ് കൂടുതലാണ്. നമ്മൾ വെയിറ്റ് താങ്ങാത്തതുകൊണ്ട് റിട്ടേൺ വരെ ചെയ്തത്. നമ്മൾ ഈ ഉണ്ടാക്കിയ ബോട്ട് സക്സസ് ആണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 എണ്ണം കൂടി വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അത് കൊടുത്തോണ്ട് കാര്യമുണ്ടെന്ന് അറിയില്ല. ഈ ഫ്രണ്ട് ഭാഗത്ത് വെയിറ്റ് കുറവാണ്. കാരണം ഈ സൈക്കിളിന്റെ ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ വരുന്നത് കുറച്ച് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്, ഈ ഭാഗത്ത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ പൊന്താണ്. വെയിറ്റ് ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. വെയിറ്റ് കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് നേരിട്ട് എന്ത് ചെയ്ത് ഈ ഒരു സംഭവം ഉണ്ടായത് നേരിട്ട് കൊണ്ട് മറിയത്. അപ്പോൾ നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ തലക്ക് 2 കല്ലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും റെഡി ആയില്ല. സാധനം ഇട്ട് തിരിച്ച് മറിയത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടൊന്നും ആരും അനുകരിക്കുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം സക്സസ് ആവുമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളിത് ഒരു ബോട്ട് ഉണ്ടാക്കിയത് സക്സസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടും സക്സസ് തന്നെയാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറ്റി വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി, കുഴപ്പമുണ്ടാവില്ല. എങ്ങനെയാലും നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും കേട്ടത്. ഇങ്ങനെ വെയിറ്റ് കൂടുമ്പോൾ ആൾ വീഴും, ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.